ഊരിപ്പിടിച്ച വാളിനിടയിലൂടെ കടന്നു വന്ന ആളാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ. എല്ലാത്തിലും അദ്ദേഹം ഏകാധിപതിയെ പോലെ പെരുമാറുന്നത്. എനിക്ക് ആരെയും ഭയമില്ല, നിങ്ങൾ എന്നെ കുറിച്ച് കുറ്റം പറഞ്ഞാലും, എനിക്ക് ധാർഷ്ട്യം ഉണ്ടെന്ന് പറഞ്ഞാൽ, അഹങ്കാരം ഉണ്ടെന്ന് പറഞ്ഞാൽ അതൊന്നും എനിക്ക് കേൾക്കാൻ പോകുന്നില്ല. ഞാൻ നല്ല ഇരട്ട ചങ്കനാണ്, അത് അദ്ദേഹം തെളിയിച്ചിട്ടുണ്ട്. പക്ഷേ ഒരു പാരഡി ഗാനം കേട്ടപ്പോൾ പിണറായി വല്ലാതെ ഭയന്ന് വിറച്ചു. എന്നിട്ട് അത് മറ്റുള്ളവരെയൊക്കെ കൊണ്ട് അതിന് കേസ് പിടിപ്പിച്ച് അവസാനം അത് യൂട്ടേൺ അടിച്ചു. വേണ്ട, പാരഡിയിലൊക്കെ പിന്നെ അത് വേറെ വിഷയങ്ങളൊക്കെ ആകും, അതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞിട്ട് തൽക്കാലം ആ കേസ് വിട്ട്. ഇനി ആ പാട്ട് പാടിയവനെയും മറ്റേ അയാളെയും കൂടെ ഇന്നോവ വന്ന് 52 വെട്ടൊക്കെ വെട്ടു എന്നുള്ളത് കണ്ടറിയണം. അത് മറ്റൊരു കാര്യം. എന്തിനാണ് സർക്കാർ ഇങ്ങനെ ശബരിമല എന്ന് കേൾക്കുമ്പോൾ വല്ലാത്തൊരു ഭയം ഉണ്ടാകുന്നത്? അല്ല, ശബരിമല കൊള്ള, അവിടുത്തെ സ്വർണ്ണക്കൊള്ളയാണ് തെരഞ്ഞെടുപ്പിൽ CPM-നെ തോൽപ്പിച്ചത് എന്നതാണ് CPM-ൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ട് സ്വാഭാവികമാണ് സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട വാർത്തകൾ CPM-ന് അസ്വസ്ഥ ഉണ്ടാക്കുന്നത്. പൊതുവെ CPM-ൻ്റെ ഭരണത്തിനെതിരെ ഉയരുന്ന ശക്തമായിട്ടുള്ളൊരു അഭിപ്രായം എന്ന് പറയുന്നത് ഇത് അസഹിഷ്ണുതയുടെ സർക്കാരാണ് എന്നുള്ളതാണ്. ഒന്നും അവർക്ക് സഹിക്കാൻ പറ്റില്ല. എന്ത് എതിരഭിപ്രായം ഉണ്ടായിക്കഴിഞ്ഞാലും അത് വലിയ തരത്തിൽ അവർ തച്ചുടച്ച് തകർത്ത് കളയാനായിട്ട് പരിശ്രമിക്കും എന്നുള്ളതാണ്. അത് ഒരു സ്വേച്ഛാധിപത്യ സർക്കാരിൻ്റെ സ്വഭാവമാണത്. കാരണം നിങ്ങൾ സർക്കാരിനെതിരെ സംസാരിക്കരുത്, മനസ്സിലായ ചുപ്പ് രഹോ എന്ന് എനിക്ക് തോന്നുന്നു കുറെ കാലങ്ങൾക്ക് മുമ്പ് മോദി പറഞ്ഞാണ്. സംസാരിക്കരുത്, നിങ്ങൾ ഒന്നും സംസാരിക്കരുത്, നിങ്ങൾ ഭരണകൂടത്തിനെതിരെ സംസാരിക്കരുത് എന്നുള്ളതാണ്. അപ്പോൾ ഇത് ഭരണാധികാരികളുടെ ശബ്ദമാണ്. ഇവിടുത്തെ പ്രശ്നം എന്താണ്? ഈ പാട്ടിൽ പ്രധാനമായിട്ടും ഉന്നയിക്കപ്പെട്ടത് എന്താണ്? ശബരിമലയിലെ സ്വർണം കട്ടത് സഹാക്കളാണ്, അയ്യപ്പ അങ്ങനെ പറയുന്നു എന്നുള്ളതാണ് പ്രശ്നം. അതായത് സഹാക്കളാണ് ഇത് കട്ടത് എന്ന് പറയുന്നു എന്നുള്ളതാണ് ആ പാട്ടിൻ്റെ ഒരു അന്തസാരം, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ശക്തിയും അതാണ്. എതിർക്കുന്നതിനുള്ള പ്രധാനപ്പെട്ട കാരണവും അതാണ്. പക്ഷേ അങ്ങനെ പറയാനുള്ള കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ അന്വേഷിക്കുമ്പോൾ നമുക്കറിയാം. ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എന്ന് പറഞ്ഞാൽ സഹാക്കളാണ്, ജയിലിനകത്തുള്ളത് സഹാക്കൾ. വീണ്ടും ഇനി ചോദ്യം ചെയ്യപ്പെടലിന് വിധേയമാകാൻ പോകുന്നത് സഹാക്കൾ, എല്ലായിടത്തും സഹാക്കൾ. അപ്പോൾ അതുകൊണ്ട് സഹാക്കളാണ് ഇത് മോഷ്ടിച്ചത് എന്ന് പൊതുവെ പറയുമ്പോൾ അതിനൊരു വിശ്വാസ്യത ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ആ ക്രെഡിബിലിറ്റിയാണ് യഥാർത്ഥത്തിൽ ഇവർ ഭയപ്പെടുന്നത്. എന്നുവെച്ചാൽ എതിരായിട്ട് അഭിപ്രായം പറയുന്നതല്ല പ്രശ്നം, എതിരായിട്ട് ആക്ഷേപം ഉന്നയിക്കുന്നതല്ല പ്രശ്നം. അങ്ങനെ ഉന്നയിക്കപ്പെടുന്ന ആക്ഷേപത്തിനും അഭിപ്രായത്തിനും എന്ത് ലഭിക്കുന്നു? വിശ്വാസം ലഭിക്കുന്നു. ഇത് അവർക്ക് വലിയ തരത്തിൽ തിരിച്ചടി ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ടാണ് അവരെതിർത്ത്. പക്ഷേ അവരെതിർക്കുന്നത് എന്തിനാണ് എന്ന് ചോദിച്ചാൽ, അവർ തന്നെ ഇതുവരെ കൂടെ കൊണ്ടു നടന്ന ഒരു നിലപാടിനെയാണ് എതിർക്കുന്നത്. അവരുടെ നിലപാട് എന്ന് പറയുന്നത് ഭരണകൂടം ഒരു കാരണവശാലും സർഗാത്മകമായിട്ട് ഉയർന്നു വരുന്ന ഒരു ശബ്ദത്തെ നിശബ്ദമാക്കാൻ പാടില്ല എന്നുള്ളതാണ്. നേരത്തെ എത്രയോ സംഭവങ്ങളുണ്ടായിരുന്നു. കവിത എഴുതുന്ന കാര്യത്തിൽ, കഥ എഴുതുന്ന കാര്യത്തിൽ, ലേഖനങ്ങൾ എഴുതുന്ന കാര്യത്തിൽ, അതുപോലെ തന്നെ നാടകങ്ങൾ, സിനിമകൾ, അതിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുമായിട്ട് ആളുകൾ വരുമ്പോൾ ആ അഭിപ്രായങ്ങളെ ഭരണകൂടം തടയാൻ ശ്രമിക്കുന്ന സമയത്ത് അതിനെതിരെ ശബ്ദിച്ചവരായിരുന്നു യഥാർത്ഥത്തിൽ ഇടതുപക്ഷം. ഇടതുപക്ഷത്തിൻ്റെ ശക്തി അത് തന്നെയായിരുന്നു. പക്ഷേ ആ ശബ്ദത്തിനെതിരെ, ആ ശക്തിക്കെതിരെ, ആ നിലപാടിനെതിരെയാണ് ഇപ്പോൾ നിങ്ങൾ നീങ്ങുന്നത് എന്ന് ചുറ്റുമുള്ളവർ കൂട്ടമായി പറഞ്ഞപ്പോഴാണ് സർക്കാരിന് അത് ബോധ്യപ്പെടുകയും പിണറായിക്ക് അത് ബോധ്യപ്പെടുകയും അത് മാറ്റാൻ പറയുകയും അങ്ങനെ പാരഡി ഗാനത്തിനെതിരായിട്ടുള്ള നീക്കം ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് ആണിപ്പോൾ നമ്മൾ കണ്ടായിരുന്നു. ശരിയാണ്. ഇത്തരം ഒരു നീക്കങ്ങൾ, പാരഡി ഗാനങ്ങൾ അല്ലെങ്കിൽ സഹാക്കളെ കുറിച്ചൊക്കെ പറയുമ്പോൾ ഈ പാട്ട് കുറേയൊക്കെ പിന്നെ പരാജയത്തിന് കാരണമായിട്ടുണ്ട്. കാരണം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് കളവാണ്. കാരണം അത് ആ പാട്ടിലൂടെ ജനങ്ങളുടെ മനസ്സിലേക്ക് എത്തിച്ചു. അത് കുറെ കൂടി ജനങ്ങൾ അത് ഏറ്റുപാടാൻ തുടങ്ങി. അത് വല്ലാത്ത തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായി എന്നൊക്കെ ഉള്ളത് യാഥാർത്ഥ്യമാണെങ്കിലും ശബരിമല കൊള്ളയ്ക്കപ്പുറം ഈ ഒരു 5 വർഷത്തെ, ആദ്യത്തെ 5 വർഷം നമുക്ക് കളയാം, ഈ അതിനുശേഷം വന്ന ഒരു 5 വർഷത്തെ ഭരണവിരുദ്ധ വികാരം
ജനങ്ങൾക്ക് നൽകേണ്ട കാര്യങ്ങൾ നൽകാതിരിക്കുക, തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോഴുള്ള പ്രഖ്യാപനങ്ങൾ, ആനുകൂല്യങ്ങൾ, ഇതൊക്കെ സർക്കാർ വെറും ജയത്തിന് വേണ്ടി മാത്രം ഉണ്ടാക്കുന്ന കാര്യങ്ങളാണ് എന്ന് സാധാരണക്കാരന്റെ തിരിച്ചറിവല്ലേ ഈ തോൽവിയുടെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത്? ആനുകൂല്യങ്ങളും ക്ഷേമ പ്രവർത്തനങ്ങളും അല്ല ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയത്. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്തിയത് ഇടതുപക്ഷത്തിൻ്റെ ധാർഷ്ട്യവും ധിക്കാരവുമാണ്. ഗർവിഷ്ഠമായ ഒരു ഭരണകാലം, അതിനെതിരെ ആളുകൾ പ്രതികരിക്കും. ആ പ്രതികരണമാണ് അതിശക്തമായിട്ടുള്ള രീതിയിൽ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചത്. അത് ഒരു UDF തരംഗം പോലുമല്ല. ഞാൻ പലയിടത്തും സംസാരിച്ചിട്ടുള്ളവരാണ്. UDF തരംഗമല്ല, പിന്നെന്ത് തരംഗമാണ്? ഭരണവിരുദ്ധ തരംഗം. ഭരണവിരുദ്ധതക്കെതിരായിട്ടുള്ള ആഞ്ഞടിച്ച ജനങ്ങളുടെ വികാരപ്രകടനമാണ് നമ്മൾ അതിൻ്റെ അകത്ത് കണ്ടത്. അതാണ് പ്രശ്നം. അതുകൊണ്ടാണ് തിരുവനന്തപുരത്ത് BJP ജയിക്കുന്നു, മറ്റിടങ്ങളിൽ UDF ജയിക്കുന്നു. എന്താ കാര്യം? ജനങ്ങൾ ആഞ്ഞടിക്കുകയാണ് ഭരണകൂടത്തിനെതിരെ, ഭരണകക്ഷിക്കെതിരെ. ആ ആഞ്ഞടിക്കൽ, ആ കൊടുങ്കാറ്റ് ആരെയാണോ സഹായിക്കുന്നത് വെച്ചാൽ പ്രതിപക്ഷത്ത് അവിടെ ആരുണ്ട്? അവരെയാണ് സഹായിക്കുന്നത്. തിരുവനന്തപുരത്ത് പ്രതിപക്ഷം BJP ആണ്. അതുകൊണ്ട് അവർ അധികാരത്തിലേക്ക് വന്നു. മറ്റിടങ്ങളിൽ UDF ആയിരുന്നു, അതുകൊണ്ട് UDF വന്നു. UDF തരംഗമാണെങ്കിൽ തിരുവനന്തപുരത്തും അവർ ജയിക്കണ്ടേ? തിരുവനന്തപുരത്ത് വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് അവരുടെ, അല്ല, തപ്പിയാൽ കിട്ടാത്ത സ്ഥിതിയാണ്. അപ്പോൾ അത്ര മോശമായിട്ട് അവർ പോകുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഭരണവിരുദ്ധ വികാരത്തെ ടാപ്പ് ചെയ്യാനായിട്ട് അവിടെ മറ്റൊരു ബദലുണ്ട്, മറ്റൊരു ആൾട്ടർനേറ്റീവ് ഉണ്ട്. ആ ആൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ BJP ആണ്. ഇപ്പം BJPയുടെ ഇനി വരാൻ പോകുന്ന രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്നത് ഈ തിരുവനന്തപുരത്തെ പാഠം വെച്ചിട്ടാണ്. കേരളത്തിൽ ആകമാനം തന്നെ ഒരു പ്രതിപക്ഷമായിട്ട് മാറാനായിട്ട് BJPക്ക് എപ്പോഴോ കഴിയുന്നുവോ അതിനുശേഷം മാത്രമാണ് ഭരണത്തിലെത്തുന്നതിനെക്കുറിച്ച് അവർക്ക് ചർച്ച ചെയ്യാൻ പാടുള്ളൂ. അതിനു മുമ്പ് അവർക്ക് അതിനൊരു സാധ്യത പോലുമില്ല എന്നുള്ളതാണ്. ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ കാലങ്ങളിൽ BJPക്ക് ഉണ്ടായിരുന്നതായിട്ടുള്ള ഒരു വളർച്ചയുടെ ഗ്രാഫ് യഥാർത്ഥത്തിൽ തളർച്ചയുടെ ഗ്രാഫായി മാറിയിട്ടുണ്ട് ചിലയിടങ്ങളിലെങ്കിലും. പ്രധാനപ്പെട്ടാണ് നമുക്കറിയാം പന്തളം, അതേപോലെ തന്നെ പാലക്കാട്. ഈ രണ്ട് സ്ഥലത്തും തിരിച്ചടിയാണ് കിട്ടിയത്. പിന്നെ മാത്രമല്ല അവർ പ്രതീക്ഷിച്ചതുപോലെ വോട്ട് ഷെയറും വർദ്ധിച്ചില്ല എന്നുള്ളതാണ്. ഇന്നലെയാണ് എന്ന് എനിക്ക് തോന്നുന്നു ഇലക്ഷൻ കമ്മീഷൻ്റെ വോട്ട് ഷെയർ കൃത്യമായിട്ട് വന്ന സമയത്ത് അവർക്ക് 14.6 അത്രയൊക്കെ ഉള്ളൂ. നേരത്തെ 16 ഉണ്ടായിരുന്നു. അതിക്ക് മുമ്പ് നമുക്കറിയാലേ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 20% വരെ ഉയർന്നതാണ്. അപ്പോൾ അമിത്ഷാ കേരളത്തിൽ വന്നിട്ട് അവർക്ക് നൽകിയ നിർദ്ദേശം എന്താണ്? 27% അത് ഉയർത്തും എന്നാണ് 20-ൽ നിന്ന്. അതിന് പകരം 20-ൽ നിന്ന് താഴോട്ട് കൊടുത്തു. അതൊരു തിരിച്ചടിയാണ്. പക്ഷെ പലയിടത്തും അവരുടെ മെമ്പർമാർ ഉണ്ടായിട്ടുണ്ട്, മെമ്പർമാരുടെ അംഗസംഖ്യ വർദ്ധിച്ചിട്ടുണ്ട്, അല്ലേ? 2500 ലഭിക്കും എന്നിവർ പ്രതീക്ഷിച്ചിരുന്നെങ്കിലും ഏതാണ്ട് 1119 അതെത്തി നിൽക്കുകയാണ് ചെയ്തത്. അത് മെച്ചമാണ്. കുറച്ചുകൂടി കഴിഞ്ഞ 1919 അപ്പോൾ ഈ 1919 അത് ഉയർത്താനായിട്ട് കഴിഞ്ഞു എന്നുള്ളതിൽ ആശ്വസിക്കാം. 100 പേര് കൂടുതലായിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ ഇവരുടെ പ്രതീക്ഷയ്ക്കനുസരിച്ച് ഒരിക്കലും വന്നില്ല. അമിത്ഷാ പറഞ്ഞത് എത്രയായിരുന്നു? 5000, അത് 10,000. ഇവർ 2500 പ്രതീക്ഷിച്ചു, പക്ഷെ 2000 പോലും എത്തിയില്ല. അപ്പോൾ അതാണ് അവരുടെ ഒരു സ്ഥിതി എന്ന് പറയുന്നത്. പക്ഷേ CPM-ൻ്റെ സ്ഥിതി എന്താണെന്ന് വെച്ചാൽ CPM-ൻ്റെ തലമണ്ടയ്ക്ക് അടിക്കുകയാണ്. നിങ്ങൾ ഈ രീതിയിൽ അഹങ്കരിച്ച് ഞങ്ങളുടെ നെഞ്ചത്ത് കയറാൻ വന്നാൽ വോട്ടർമാരെന്ന നിലയ്ക്ക് ഞങ്ങൾ സമ്മതിക്കില്ല, ഞങ്ങളെതിരെ അതിനെ ആഞ്ഞടിക്കും എന്ന രീതിയിൽ അവരെന്ത് ചെയ്ത് പ്രതികരിച്ചതാണ് ഈ ഭരണവിരുദ്ധ വികാരമായിട്ട് നമ്മളുടെ മുന്നിൽ വരാണ്. പക്ഷെ അവർ മീറ്റിങ്ങിലെല്ലാം കൂടിയതിന് ശേഷം പറഞ്ഞു ഒരു ഭരണവിരുദ്ധ വികാരമില്ല, കുറേ തെറ്റുകളൊക്കെ പറ്റി അതിൻ്റെ പേരിൽ തോറ്റു. ഭരണവിരുദ്ധ വികാരമില്ല, എന്തിനേയും ബലം പിടിച്ച് ഭരണവിരുദ്ധ വികാരമില്ല എന്ന് പറയും. ഒരു പാർട്ടി കുറേ കാലം ഭരിച്ചു കഴിയുമ്പോൾ അതിനെതിരായിട്ടുള്ള വികാരം ഡെവലപ്പ് ചെയ്യും. അതിനാണ് നമ്മൾ സാധാരണ ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്നത്. പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മുഖ്യമന്ത്രിയോടുള്ള വെറുപ്പ് അതിശക്തമാണ്. തിരുവനന്തപുരത്തൊക്കെ പാർട്ടിക്കാർ തന്നെ വലിയ കലിപ്പിലാണ്. കാരണം എന്ന് വെച്ചാൽ രാവിലെ 10 മണിക്ക് ഓഫീസിൽ പോകാനായിട്ട് ധൃതി പിടിച്ച് വരും. പക്ഷേ ഓഫീസിലേക്ക് ആ സമയത്ത് പിണറായി വിജയൻ വരുന്നുണ്ടെങ്കിൽ അവിടെ വലിയ ബ്ലോക്കാണ്, വലിയ കാറ്റഗറിയിലുള്ള സംരക്ഷണമുള്ള പൊതുവാണ്ട് പോലീസൊക്കെ നിറഞ്ഞിരുന്ന ആരെയും വിടില്ല. ഇവർക്ക് ഓഫീസിൽ കൃത്യമായിട്ട് ചെയ്യാൻ പറ്റില്ല, പഞ്ച് ചെയ്യേണ്ട, അവർ പ്രാവും. അങ്ങനെ പലയിടങ്ങളിലും പല കാര്യങ്ങളിലുമൊക്കെ അദ്ദേഹത്തോടുള്ള വെറുപ്പ് അതിശക്തമായിട്ട് ഇങ്ങനെ അന്തരീക്ഷത്തിൽ നിൽക്കുകയാണ് ചെയ്തത്. അതൊരു മഴ പോലെ പെയ്ത് ഒഴിഞ്ഞ ഒന്നാണ് ഈ തെരഞ്ഞെടുപ്പ്.
അതുകൊണ്ട് പാട്ടുകൊണ്ടല്ല തോറ്റത്, പിന്നെ പ്രവൃത്തി കൊണ്ടാണ്. അതേപോലെ തന്നെ എന്താണ്, ശബരിമലയിൽ നിന്ന് സ്വർണ്ണ കവർച്ച നടന്നതും അതിനൊരു കാരണമായി തീർന്നു. ഏറ്റവും പ്രധാനപ്പെട്ടവർക്കെതിരെ ഉയരുന്നത് ഈ അഹങ്കാരം തന്നെ, ധാർഷ്ട്യം തന്നെ. ആ ധിക്കാരവും ധാർഷ്ട്യവും അവസാനിപ്പിച്ചില്ലെങ്കിൽ ജനങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന തിരിച്ചറിവാണ് വേണ്ടത്.